Hello dear students, so today we are going to start learning a new chapter, 6th chapter, that is physical changes and chemical changes. In the last year in the 6th standard we learned about changes, right? The changes around us. There was a chapter named the changes around us, and in that chapter we learned about reversible changes and irreversible changes. Changes that could be reversed is reversible changes, and changes that cannot be reversed is the irreversible changes. Now we are going to classify the changes as something else, that is physical changes and chemical changes. So we are going to learn that, and now you know that you have seen many changes. If you mix water, sugar with water, you will get sugar solution. That is a change. The milk is turning into curd. That is a change. Milk becomes sour. That is a change. So there are many changes happening around us, and we are now going to classify these changes as physical changes and chemical changes. So here are some examples. You are taking a paper and cutting it into 4 pieces. Can you join it back? No. എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തിരിച്ചൊട്ടിക്കാം. എന്നാലും നമുക്ക് ഉണ്ടായിരിക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്ത് പറ്റുന്നില്ല, പേപ്പറിൻ്റെ ഷേപ്പ് മാറിയെന്നല്ലാതെ അതിന് വേറൊരു സാധനമായിട്ട് മാറിയിട്ടൊന്നുമില്ല. പേപ്പർ തന്നെയാണ്, അതിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസം വന്നു മാത്രമേ ഉള്ളൂ അല്ലേ ആ ആക്ടിവിറ്റിയിൽ. നൗ ദ സെക്കൻഡ് ആക്ടിവിറ്റി, നിങ്ങൾ ബോർഡിൻ്റെ അടിയിൽ ചോക്ക് പൗഡർ ഉണ്ടുണ്ടാവും അല്ലേ? ഈ ചോക്ക് പൗഡർ കുറച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ചോക്ക് എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് കഴിയുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? അതും ചോക്ക് തന്നെയാണ് അല്ലേ? അതിൽ നിങ്ങൾ ഇത്തിരി വെള്ളം, ഇഫ് യു ആർ യൂസിങ് സം വാട്ടർ ആൻഡ് മേക്കിംഗ് ഇറ്റ് ബാക്ക് ഇൻ ടു എ ചോക്ക്, വെള്ളം കൊണ്ട് കുഴച്ചിട്ട് പിന്നെ ചോക്കിൻ്റെ രൂപത്തിലാക്കി, ആൻഡ് ഇഫ് യു ഡ്രൈ ഇറ്റ് യു വിൽ ഗെറ്റ് ബാക്ക് ദി ചോക്ക്. യെസ്, റൈറ്റ്. സോ ദർ വാസ് ജസ്റ്റ് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല അല്ലേ? ചോക്കായിരുന്നു, പൊടിയായി. എന്തായി? സോളിഡ് ആയിട്ടുള്ള സംഭവം ജസ്റ്റ് ഒന്ന് പൊടിയായി, കട്ടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് എന്താക്കാൻ പറ്റി? വി മെയ്ഡ് ഇറ്റ് ബാക്ക് ടു ദി chalk which to its earlier state. And now another example, if you have a piece of ice and if you melt it, then if you freeze it again, you can make it back to ice. എന്ത് പറ്റി? ഐസ് സോളിഡ് ആയിട്ടുള്ളൊരു സാധനം വാട്ടറായി, പക്ഷെ തിരിച്ച് അതിന് ലിക്വിഡായി. തിരിച്ച് നമുക്ക് അതിനെ എന്താക്കാൻ പറ്റി? സോളിഡ് ആക്കാൻ പറ്റി. ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റിന് ഒരു ചേഞ്ച് വന്നു, വേറെ പ്രശ്നമൊന്നും വന്നില്ല അല്ലേ? സോ that is an example. Another example that you can see is, if you boil some water, it will become water vapor, and if you can place a lid, ആ വാട്ടർ വേപ്പർ പോകുന്ന വഴിയിലൊരു ലിഡ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് തിരിച്ച് വാട്ടർ ആവുന്ന കാണാൻ പറ്റും അല്ലേ? സോ ദ ലിക്വിഡ് ബിക്കെയിം വേപ്പർ or gas, and then it became back to liquid. So only its state has changed, right? So these are some changes where no other change has happened. ജസ്റ്റ് അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ എന്ത് പറ്റി, ഷേപ്പിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റിനോ ഒക്കെ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ എക്സ്പെരിമെൻറ്റ്സിലൊക്കെ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളൂ. വേറൊരു എക്സാമ്പിൾ ചെയ്യാം. നിങ്ങളൊരു ഹോക്സോ ബ്ലേഡ് എടുത്തു, എന്നിട്ട് ഇത് ചൂടും കൊണ്ടുള്ളതാണ്, ഇറ്റ്സ് യൂസിങ് ഹീറ്റ്, സോ യു മസ്റ്റ് ബി കെയർഫുൾ. യു ഹാവ് ടു ഇഫ് യു ക്യാൻ ട്രൈ ആൻഡ് ഡു ഇറ്റ്, അതർവൈസ് ഡോണ്ട് അറ്റംപ്റ്റ് ഇറ്റ്. ആൻഡ് പ്ലീസ്, ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, ഹോൾഡ് ദ ഹോക്സോ ബ്ലേഡ് യൂസിങ് എ ക്ലോത്ത്. Don't hold it with your bare hand. So you are taking a hawksaw blade and you are lighting a candle, and you are placing one end of the hawksaw blade near the candle. What will happen? After some time the color of the hawksaw blade will change, right? hawksaw blade ന്റെ കളർ ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? നിങ്ങൾ ആ ഹീറ്റ് മാറ്റി കഴിയുമ്പോൾ എന്താവും? it will become its previous color, right? Original കളറിലോട്ട് മാറി. So this is a color change is happening, only a color changing is happening, right? So you must know that the shape, size, color and state of a substance are called its physical properties. എന്താണ്? ഒരു സബ്സ്റ്റൻസിൻ്റെ ഷേപ്പ്, സൈസ്, കളറ്, അതിൻ്റെ സ്റ്റേറ്റ്, ഇതൊക്കെ എന്താണ്? ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചുകൾ, ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന പോലത്തെ ചെറിയ ചെറിയ ചേഞ്ചുകൾ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് അതിനെ വിളിക്കുക. എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്? ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പ്, സൈസ്, കളറ്, സ്റ്റേറ്റ്, ഇതിനൊക്കെ. അപ്പം ഈ ഫിസിക്കൽ ചേഞ്ചസ് നോക്കിയപ്പം ജനറലായിട്ട് എല്ലാം തന്നെ എന്തായിരുന്നു?
റിവേഴ്സിബിൾ ആയിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതിൽ മിക്കവാറും എല്ലാം തന്നെ എന്തായിരുന്നു, റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ റിവേഴ്സിബിൾ ചേഞ്ചസ് മാത്രമായിരിക്കില്ല, ചിലത് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ എന്താണ് നമ്മൾ നോക്കേണ്ടത്, ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നു. ഇവിടെ പുതിയതായിട്ടൊരു കാര്യം ഉണ്ടായിട്ടില്ല, ഉണ്ടായിരുന്ന സാധനം തന്നെ ഉണ്ടായിരുന്നു അല്ലേ. സോ ഇൻ സച്ച് ചേഞ്ചസ് നോ ന്യൂ സബ്സ്റ്റൻസസ് ഫോം. പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ദീസ് ആർ ദി ഫിസിക്കൽ ചേഞ്ചസ്. So now we are going to learn about some chemical changes. So we are going to start learning about the chemical changes. Have you heard of the word rust? Rust എന്ന് കേട്ടിട്ടില്ലെങ്കിലും തുരുമ്പെന്ന് കേട്ടിട്ടുണ്ടാവില്ല. ഇരുമ്പ് എന്താവും, തുരുമ്പെടുക്കും അല്ലേ. ഈ തുരുമ്പും ഇരുമ്പും സെയിം സാധനമാണോ, അല്ല അല്ലേ. സോ വെൻ യു കീപ് എക്സ്പോസ് ദി അയൺ തിങ്സ്, ഇരുമ്പെന്ന് പറയുന്നതാണ് അയൺ. സോ ദി അയൺ മെറ്റീരിയൽസ് ടു ദി അറ്റ്മോസ്ഫിയർ, ഇഫ് ദർ ഇസ് സം വാട്ടർ വേപ്പർ, അറ്റ്മോസ്ഫിയറിൽ കുറച്ച് വെള്ളം ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ആഫ്റ്റർ സം ടൈം ദി അയൺ വിൽ ഹാവ് എ ബ്രൗണിഷ് കോട്ടിംഗ് ഓൺ ഇറ്റ് സർഫസ്, ദാറ്റ് ഇസ് ദി റസ്റ്റ് ഓർ എന്ത്, തുരുമ്പ് എന്ന് പറയുന്നത്. സോ യു നോ ദാറ്റ് ദ അയൺ ഗേറ്റ്സ്, അയൺ ബെഞ്ചസ് ഇൻ ദ ഗാർഡൻ ഓർ ദി അയൺ tools that you have at your home, these things after some time when exposed to the atmosphere will change. A small brown coating will appear on its surface, that is the rust. So a new substance is formed here, right, due to some chemical reaction. The iron here will react with the water vapor and oxygen present in the atmosphere and will become a new substance, that is the rust. So in this change a new substance is formed, right. So that here this is a chemical change where some chemical reaction is happening and some chemical change is occurring here. So you know that rusting is a chemical change. This means a new product is formed. Here a new thing is formed. Not iron is not same as the rust. So rust is a new thing that happened because the iron reacted with the atmosphere, the oxygen and water vapor in the atmosphere and formed a new substance. So here a new substance is formed and this process is not reversible. It is irreversible process, and here a new substance is formed. The important thing is a new substance is formed, and so this is a chemical reaction. We will take another example. Some of you might have seen a magnesium ribbon. Magnesium കൊണ്ടുള്ള ഒരു കുഞ്ഞി റിബൺ പോലെയുള്ളതാണ്, റോളായിട്ടുള്ളതാണ്, കുഞ്ഞി വളരെ തിക്നെസ് കുറഞ്ഞിട്ടുള്ളതാണ്. I will show you some video to make you understand this magnesium ribbon experiment. I will show it to you. So if you take a magnesium ribbon, it's very dangerous. പെട്ടെന്ന് ബേൺ ആവും, എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നല്ല ഭയങ്കരമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ യു കനോട്ട് അധികം നേരം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മാഗ്നീഷ്യം റിബൺ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ മാഗ്നീഷ്യം റിബണിലേക്ക് അധികം നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കണ്ണിന് അത് കേടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈറ്റഡ് ക്യാൻഡിലിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അത് വൈറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യാൻ തുടങ്ങും, ഭയങ്കര വൈറ്റ് കളറിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ബേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ബേൺ ചെയ്തിട്ട് അവസാനം എന്തുണ്ടാവും, പൗഡറി ആയിട്ടുള്ള ഒരു ആഷ് ആയിരിക്കും ഉണ്ടാവും, റിബൺ ഉണ്ടാവില്ല. റിബൺ ഇസ് ഗോൺ ആൻഡ് a new product, that is ash, is formed. So this magnesium will react with oxygen to form a new product, that is magnesium oxide. എന്താ ഉണ്ടാവുന്നത്, magnesium oxide എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാവുന്നത്. അതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്, magnesium. അതിൻ്റെ സിമ്പിളാണ് Mg plus oxygen O2 will give you magnesium oxide, MgO. So and if you take this ash and mix it in water, stir it in water, then what this magnesium oxide എന്ന് പറഞ്ഞാൽ ഈ ആഷ് എടുത്ത് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു സംഭവം കിട്ടും, അതാണ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. എന്താ കിട്ടുന്നത്, മാഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ വിൽ ഗീവ് യു മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ കിട്ടി. ആദ്യം മാഗ്നീഷ്യം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ബേൺ ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി, അത് നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്തപ്പോൾ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. അപ്പോൾ എന്ത് പറ്റി, രണ്ട് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് രണ്ട് ന്യൂ പ്രൊഡക്ട്സ് ഉണ്ടായി. കൂടെ എന്തൊക്കെ ഉണ്ടായി, ലൈറ്റും ഉണ്ടായിട്ടുണ്ട് അല്ലേ, വൈറ്റ് ലൈറ്റും ഉണ്ടായി. സോ ദിസ് ഈസ് ഓൾസോ എ കെമിക്കൽ റിയാക്ഷൻ, physical change. This is also a chemical change. Now we are going to take another example. This will be a last example. The other things that we will learn in the next class. So in a beaker you are going to take some copper sulfate solution. എന്താ എടുക്കുന്നത്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റ് എടുത്ത് നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു സ്പൂണിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ല എടുത്തത്, കോപ്പർ സൾഫേറ്റ് പൗഡർ എടുത്തിട്ട് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യണം. ഇത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്, നമ്മൾ തന്നെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഡേഞ്ചറസ് ആണ്, ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല.
പൗഡർ എടുത്ത് വാട്ടർ മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ സാമ്പിളിലോട്ട് കുറച്ച് 2-3 ഡ്രോപ്സ് സൾഫ്യൂരിക് ആസിഡ് വെച്ചു. സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞാൽ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡാണ്. എവിടെയെങ്കിലും വീണാൽ മതി കത്തി നാശമായി പോകും. കത്ത് മീൻസ് ഉരുകിപ്പോവും. സോ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറച്ച് ഡ്രോപ്സും കൂടി ഇട്ടു. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ കളറിലാണ് ബ്ലൂ കളറാണ്. എന്നിട്ട് ഇതിന് കുറച്ചൊരിത്തിരി നമുക്കെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ഒരു നെയിലോ ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു ഷേവിങ് ബ്ലേഡ് അയൺ നെയിലോ അല്ലെങ്കിൽ ഷേവിങ് ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡോ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു നോക്കിക്കേ. ഇതിൽ തന്നെ കാണുന്നുണ്ട് എന്ത് പറ്റി. ഇതിൻ്റെ അയൺ നെയിൽ ഇട്ടിരിക്കുന്ന ബ്ലേഡിൻ്റെ കളറും മാറി, ആ സൊല്യൂഷൻ്റെ കളറും മാറി. ബ്ലൂ കളറായിരുന്ന സൊല്യൂഷൻ ഗ്രീൻ കളറായി. ആ അയണിൻ്റെ കളർ ഉണ്ടായിരുന്നത് നോക്കി, അതിന് കോപ്പറിൻ്റെ കളർ വന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഇതിലുണ്ടായിരുന്ന കോപ്പർ എന്ത് ചെയ്തു, കോപ്പർ ഈ അയണിലുണ്ടായിരുന്ന നെയിലുണ്ടായിരുന്ന അയൺ എന്ത് ചെയ്തു, ഈ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതെന്തായിപ്പോൾ ഈ സൊല്യൂഷൻ അയൺ സൾഫേറ്റ് സൊല്യൂഷനായി. എന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരുന്ന കോപ്പർ എന്ത് ചെയ്തു, ഈ ബ്ലേഡിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിനൊരു കോപ്പർ കളർ വരെ ചെയ്തത്. അങ്ങനെ കുറേ വലിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും അയണും കൂടി റിയാക്ട് ചെയ്തിട്ട് അയൺ സൾഫേറ്റ് സൊല്യൂഷനും കോപ്പറും ഉണ്ടായി. കോപ്പർ എന്ന് പറയുന്നത് ബ്ലേഡിലുള്ള ബ്രൗൺ ഡെപ്പോസിറ്റാണ്. അയൺ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രീൻ കളറുള്ള സൊല്യൂഷനായിട്ട് മാറി. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു. പുതിയ 2 കാര്യങ്ങളുണ്ടായി. അയണും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് അയൺ സൾഫേറ്റ് സൊല്യൂഷനും കോപ്പറുമായിട്ട് മാറി. സോ ദർ ഇസ് എ ന്യൂ പ്രൊഡക്റ്റ് So we learned about 2 types of changes: physical changes where physical property is changing and no new product is formed, and the chemical change where a new product is formed. So here the chemical property of the substance is changed. So we will finish it here. We have some more examples and all. So we will continue this in the next class. Thank you. Have a nice day.